ലാൽസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയുടെ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയിൽ 60 മാർക്കിനാണ് ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് ഉള്ളത്. ആ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിൽ എങ്ങനെ മാക്സിമം സ്കോർ നേടാം എന്ന് ലാൽ അക്കാഡമിയിലൂടെ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് പഠിക്കാം. ആദ്യമായിട്ട് ഏതൊക്കെ ചോദ്യങ്ങളാണ് 60 മാർക്കിന് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിൽ വരുന്നത് എന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ എസ്സേ റൈറ്റിംഗ്. സാധാരണ എസ്സേ റൈറ്റിംഗ് 250 വേർഡ്സിനുള്ള എസ്സേ റൈറ്റിംഗ് ആണ്. അപ്പോൾ ഈ എസ്സേ റൈറ്റിങ്ങിന് 20 മാർക്കാണ്. കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ 20 മാർക്കാണ് എസ്സേ റൈറ്റിങ്ങിന് വന്നത്. അപ്പോൾ ഈ എസ്സേ റൈറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാം. ആദ്യം എസ്സേ റൈറ്റിങ്ങിന് ആവശ്യമുള്ളത് റീഡിംഗ് സ്കിൽ തന്നെയാണ്. റീഡിംഗ് സ്കില്ലിൽ നമുക്ക് സാധാരണയായി മത്സര പരീക്ഷയിൽ ചോദിക്കുന്ന എസ്സേ റൈറ്റിങ്ങിനെ കുറിച്ച് ഞാൻ പറയാം. ഒന്നാമത്തെ എസ്സേ എന്ന് പറയുന്നത് അത് നമ്മുടെ കറണ്ട് ഇവൻസുമായി ബന്ധപ്പെട്ടതാണ്. കറണ്ട് അഫെയർസുമായി ബന്ധപ്പെട്ട ഇന്റർനാഷണൽ റിലേഷൻ ഇങ്ങനെയൊക്കെയുള്ള കറണ്ട് ഇവൻസുമായി ബന്ധപ്പെട്ട എസ്സേകളാണ് നമ്മൾ ഒന്ന് നോക്കി വെക്കുക. മറ്റൊന്ന് ഗവൺമെന്റ് പോളിസീസിനെ കുറിച്ചിട്ട് ആൻഡ് ഗവൺമെന്റ് സ്കീം. ഏതെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഗവൺമെന്റിന്റെ പോളിസികൾ, ഗവൺമെന്റ് സ്കീമിനെ കുറിച്ചുള്ള എസ്സേ, പെൻഷൻ സ്കീം ഇങ്ങനെയുള്ള സ്കീമിനെ കുറിച്ചുള്ള എസ്സേ ഉണ്ട്. ദെൻ എസ്സേ റിലേറ്റഡ് ടു സയൻസ് ആൻഡ് ടെക്നോളജി ഓർ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, ടെക്നോളജിക്കൽ ആയിട്ടുള്ള പുരോഗതിയുമായി ബന്ധപ്പെട്ട എസ്സേകളുണ്ട്. അതേപോലെ എസ്സേ റിലേറ്റഡ് ടു എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഓർ എൻവയോൺമെന്റൽ ഇഷ്യൂസ്, വാട്ടർ കൺസർവേഷൻ, വാട്ടർ സ്കേഴ്സിറ്റി ആൻഡ് ഫ്ലഡ് അഫക്റ്റഡ് ഏരിയ, ഇങ്ങനെയുള്ള എൻവയോൺമെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള എസ്സേ ഉണ്ട്. ദെൻ സോഷ്യൽ മീഡിയ പ്രോബ്ലംസ് ഓഫ് ദി സൊസൈറ്റി, ചലഞ്ചസ് ഓഫ് ഇന്ത്യ ആഫ്റ്റർ ഡെമോക്രസി, ഇങ്ങനെയുള്ള ചലഞ്ചസ് ഓഫ് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ദെൻ ഡെമോക്രാറ്റിക് ഇഷ്യൂസ്, ഇങ്ങനെയുള്ള പലതരം ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് എസ്സേ റൈറ്റിംഗ് ഉള്ളത്. കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ എസ്സേ റൈറ്റിംഗിൽ മാക്സിമം സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയ തന്നെയാണ് എസ്സേ റൈറ്റിംഗ് ഉള്ളത്. രണ്ടാമത്തെ ചോദ്യം ഹൈക്കോർട്ട് അസിസ്റ്റന്റിലെ രണ്ടാമത്തെ ചോദ്യമാണ് പ്രിസി റൈറ്റിംഗ്. അപ്പൊ എന്താണ് പ്രിസി എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫ്, യു ഹാവ് ഗിവൺ എ പാരഗ്രാഫ്, നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ടാവും. ഈ പാരഗ്രാഫിന്റെ വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മീനിങ് ആൻഡ് കോൺസെപ്റ്റ് ആണ്. അതിന്റെ മീനിങ്ങോ കോൺസെപ്റ്റോ ചേഞ്ച് ചെയ്യാതെ എന്തിലേക്ക് മാറ്റണം? ടു ബി പ്രിസൈസ്, അതിനെ റെഡ്യൂസ് ടു 1/3 ആണ്. അതിനെ 1/3 മാറ്റാം. കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആവശ്യമായിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് പ്രിസി റൈറ്റിംഗ്. സാധാരണഗതിയിൽ പ്രിസി റൈറ്റിംഗ് വരുന്നത് 10 മാർക്കിന്റെ ചോദ്യമാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് പ്രിസി റൈറ്റിംഗ് ഏരിയയിൽ വരുന്നത്. ദെൻ മറ്റൊരു ചോദ്യമാണ് കോംപ്രിഹെൻഷൻ. സാധാരണ ലെറ്റർ റൈറ്റിംഗ് ആണ് ഉണ്ടായിരുന്നത്. ഫോർമൽ ലെറ്റർ, ഇൻഫോർമൽ ലെറ്റർ, 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിലേതെങ്കിലും ഒന്നിന് ആൻസർ ചെയ്താൽ മതി. 10 മാർക്കിന്റെ ചോദ്യമാണ്. ദെൻ അതിൽ കോംപ്രിഹെൻഷൻ ഏത് മത്സര പരീക്ഷയിലും ഡിസ്ക്രിപ്റ്റീവിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഏത്? കോംപ്രിഹെൻഷൻ ഉള്ളത്. കോംപ്രിഹെൻഷൻ അറിയാം, യു ഹാവ് ഗിവൺ എ പാസേജ് റിലേറ്റഡ് ടു. ഈ കോംപ്രിഹെൻഷൻ കിട്ടണം എന്നുണ്ടെങ്കിലും നമുക്ക് റീഡിംഗ് സ്കില്ല് വേണം. അപ്പൊ ആ റീഡിംഗ് സ്കില്ല് ഏതൊക്കെയാണ് മത്സര പരീക്ഷയിൽ ചോദിക്കുന്ന കോംപ്രിഹെൻഷൻ എന്ന് ഞാൻ പറയാം. ഒന്നാമത്തേത് പാസേജ് റിലേറ്റഡ് ടു എൻവയോൺമെന്റൽ ഇഷ്യൂസ്, പാസേജ് റിലേറ്റഡ് ടു ബാങ്കിങ്, എക്കണോമി and insurance sector, then passage related to current international events, and passage related to government policies and schemes, and passage related to government policies and schemes, and passage related to international newsumai bandhapettadu, then passage related to media ആൻഡ് സെക്യൂരിറ്റി, നമ്മളെ രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള. ദെൻ പാസേജ് റിലേറ്റഡ് ടു സം ജഡ്ജ്മെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് സംതിങ്. അപ്പൊ ഇന്ത്യയിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ചില ജഡ്ജ്മെന്റിനെ കുറിച്ചിട്ടൊക്കെയുള്ള പാസേജ് ഉണ്ട്. ദെൻ ബേസ്ഡ് ഓൺ ദി പാസേജ് യു വാണ്ട് ടു ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ. അതിന് പിന്നാലെയുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനും. കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് സ്കൂൾ ലെവൽ പോലെയല്ല, അത് കോമ്പറ്റീഷനിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്, ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ കോംപ്രിഹെൻഷൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ലെറ്റർ റൈറ്റിംഗ് എന്ന് പറയുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ പുതിയ പാറ്റേൺ അനുസരിച്ച് ഫോർമൽ ലെറ്റർ ആൻഡ് ഇൻഫോർമൽ ലെറ്റർ
ചെയ്ത് പഠിക്കണം. ഇതിന് റൈറ്റിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ അതിന് റൈറ്റ് ചെയ്ത് തന്നെ പരിചയം വേണം. അതുകൊണ്ട് ഓരോ ചോദ്യങ്ങളെ വളരെ വ്യക്തമായിട്ടുള്ള കീ പോയിന്റ്സ് ലാൽ അക്കാഡമിയുടെ ക്ലാസ്സിലൂടെ എങ്ങനെയാണ് ഹൗ ടു റൈറ്റ് ഇഫക്റ്റീവ് എസ്സേ, ഹൗ ടു റൈറ്റ് ആൻ എഫക്റ്റീവ് പ്രിസി ആൻഡ് കോംപ്രിഹെൻഷൻ ടെക്നിക്കുകൾ എന്തൊക്കെയാണ്, അതേപോലെ ലെറ്റർ റൈറ്റിംഗിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ യുഗത്തിൽ എങ്ങനെയാണ് ലെറ്റർ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതുന്നത് എന്നതിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ ലാൽസ് അക്കാഡമിയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ നോക്കാം നമുക്ക് എങ്ങനെയാണ് എസ്സേ റൈറ്റിംഗിന്റെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാം. എസ്സേ റൈറ്റിംഗ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, എസ്പെഷ്യലി ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയിൽ എസ്സേ റൈറ്റിംഗ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എസ്സേ എന്ന് നമ്മൾ ആദ്യം പറയാം. എസ്സേ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ടു ട്രൈ ടു ഡു ഓർ പെർഫോം ആൻ അറ്റംപ്റ്റ് ആണ്. ലിറ്റററി നമ്മൾ എസ്സേ എന്ന് പറയുന്നത് ട്രൈ ടു ഡു ഓൺ എ ടോപ്പിക് ഓർ ട്രൈ ടു ഡു പെർഫോം ഓർ ഡീൽ വിത്ത് എ ടോപ്പിക് ആണ്. ഒരു ടോപ്പിക്കിനെ കുറിച്ച് കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിനാണ് ലിറ്റററി എസ്സേ എന്ന് പറയാ. ഇറ്റ്സ് എ കോമ്പോസിഷൻ ആണ്, ഇംഗ്ലീഷിലുള്ള ഒരു ടൈപ്പ് റൈറ്റപ്പ് ആണ് എസ്സേ എന്ന് പറയുന്നത്. ഓൺ എ ഗിവൺ ടോപ്പിക് ആണ്, നമുക്ക് നൽകുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു റൈറ്റപ്പ് ആണ് എന്ന് പറയാ എസ്സേ എന്ന് പറയുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. എസ്സേ റൈറ്റിംഗിന് സ്കോറിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയാണ് മാക്സിമം സ്കോർ ഒരു എസ്സേയിൽ നേടിയെടുക്കാം. അപ്പോൾ ചിലര് നമുക്ക് തെറ്റായിട്ടുള്ള ധാരണയുണ്ട്, നല്ല വളരെ ടൈറ്റ് ആയിട്ടുള്ള ലാംഗ്വേജിൽ എഴുതുന്നവർക്കാണ് കൂടുതൽ സ്കോർ കിട്ടുന്നത്. അതല്ലെങ്കിൽ നല്ല നല്ല വേർഡ്സുകൾ ഉപയോഗിക്കുന്നവർക്കാണ്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സുകൾ ഉപയോഗിക്കുന്നതാണ് മാർക്ക് കിട്ടുന്നതൊക്കെ തെറ്റായിട്ടുള്ള ധാരണയാണ്. വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആ എസ്സേയുടെ പാറ്റേൺ അനുസരിച്ച് എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം, വാട്ട് ആർ ദി ക്വാളിറ്റീസ് ഓഫ് എൻ എസ്സേ ഓർ റൈറ്റിംഗ്. ഒരു റൈറ്റിംഗ് നമ്മൾ പ്രിസി റൈറ്റിംഗ് ആണെങ്കിലും എസ്സേ റൈറ്റിംഗ് ആണെങ്കിലും ഏത് റൈറ്റിംഗ് ആണെങ്കിലും എന്താണ് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് എന്ന് ഒന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ ഫോക്കസ് ആണ്. ഫോക്കസ് ഓൺ ടോപ്പിക് ആണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫോക്കസ് ഓൺ ടോപ്പിക് ആണ്. ടോപ്പിക്കിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ എഴുതേണ്ടത്. ഫോക്കസ് ഓൺ ടോപ്പിക്. അത് എസ്സേ റൈറ്റിംഗ് ആണെങ്കിലും പ്രിസി റൈറ്റിംഗ് ആണെങ്കിലും ബി കെയർ, ഫോക്കസ് ഓൺ ടോപ്പിക് ആണ്. An essay or പ്രിസി ഷുഡ് ഹാവ് സിംഗിൾ ക്ലിയർ സെൻട്രൽ ഐഡിയ. ഒരു എസ്സേയിൽ എപ്പോഴും സിംഗിൾ ക്ലിയർ സെൻട്രൽ ഐഡിയ ആണ്. ഈച്ച് പാരഗ്രാഫ് ഷുഡ് ഹാവ് എ ക്ലിയർ മെയിൻ പോയിന്റ് ഓർ ടോപ്പിക് സെന്റൻസ് ആണ്. ഓരോ പാരഗ്രാഫിലും നല്ല കൃത്യമായിട്ടുള്ള മെയിൻ ടോപ്പിക് ഉണ്ട്. എന്തോ സെന്റൻസുകൾ എഴുതി പേജുകളുടെ എണ്ണം കൂടിയത് കൊണ്ട് നല്ല എസ്സേ ആവില്ല. നല്ല എസ്സേ ആവണം എന്നുണ്ടെങ്കിൽ ഫോക്കസ് ഓൺ ടോപ്പിക് ആണ്. എപ്പോഴും വാട്ട് ഈസ് ദി ടോപ്പിക് ഗിവൺ, എന്ത് ടോപ്പിക് ആണ് നമുക്ക് നൽകുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യുന്നതാണ് ഫോക്കസ്. ദെൻ ഡെവലപ്മെന്റ്. എങ്ങനെയാണ് ആ എസ്സേ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്? ഈച്ച് പാരഗ്രാഫ് ഷുഡ് ബി an expanded central theme. സെൻട്രൽ തീമിനനുസരിച്ച് ഈച്ച് പാരഗ്രാഫ് ടു ബി ചെയിൻഡ് ആണ്. ഓരോ പാരഗ്രാഫിനെയും നമ്മൾ ചെയിൻ പോലെ കണക്ട് ചെയ്തിട്ടാണ് എസ്സേ എഴുതുന്നത്. സോ ഡെവലപ്മെന്റ് ആണ്. ഡെവലപ്മെന്റ് ഓഫ് എൻ എസ്സേ ഓർ പ്രിസി. ദെൻ യൂണിറ്റി. യൂണിറ്റി ഉണ്ടായിരിക്കണം. ഓരോ പാരഗ്രാഫിനും ഒരു യൂണിറ്റി ഉണ്ടാവണം. എവറി പാരഗ്രാഫ് ഇൻ എൻ എസ്സേ ഷുഡ് ബി റിലേറ്റഡ് ടു മെയിൻ ഐഡിയ. മെയിൻ ഐഡിയയെ റിലേറ്റ് ചെയ്യുന്ന മെയിൻ പോയിന്റ്സുകളാണ് ഓരോ പാരഗ്രാഫിൽ കൊടുക്കേണ്ടത്. ഈച്ച് പാരഗ്രാഫ് ഷുഡ് സ്റ്റിക്ക് ടു ഇറ്റ്സ് മെയിൻ പോയിന്റ് ആണ്. ഓരോ പാരഗ്രാഫും സ്റ്റിക്ക് ചെയ്ത് വെക്കണം. ഓരോ പാരഗ്രാഫും നമ്മൾ സ്റ്റിക്ക് ടാഗ് ചെയ്ത് വെക്കണം വിത്ത് മെയിൻ പോയിന്റ് ആണ്. ഓരോ മെയിൻ പോയിന്റ് മെയിൻ ടോപ്പിക്കിന്റെ മെയിൻ പോയിന്റിനെ സ്റ്റിക്ക് ചെയ്യുന്ന പാരഗ്രാഫുകളാണ് നമ്മൾ. അത് യൂണിറ്റി ഉണ്ടായിരിക്കണം. ഒരു എസ്സേ ഒരു റൈറ്റപ്പിന് എന്തുണ്ടായിരിക്കണം? യൂണിറ്റി ഉണ്ടായിരിക്കണം. ദെൻ കോഹറൻസ് ആണ്, യോജിപ്പാണ്. യോജിപ്പ് നമ്മൾ എഴുതുന്ന സെന്റൻസുകൾക്ക് കോഹറൻസ് ആണ് യോജിപ്പ്. എൻ എസ്സേ പേപ്പർ ഓർഗനൈസ്ഡ് ലോജിക്കലി ഫ്ലോ, സ്മൂത്ത് ഫ്ലോ ആണ്. സ്മൂത്ത് ഫ്ലോ ഓഫ് ലാംഗ്വേജ് ആണ്. സ്റ്റിക്ക് ടുഗെദർ, പരസ്പര ബന്ധിതമായിട്ടുള്ള ഒരു സ്മൂത്ത്നെസ് ആ ഒരു എസ്സേ റൈറ്റിംഗിൽ ഉണ്ടായിരിക്കണം. ദെൻ കറക്റ്റ്നെസ് ആണ്. വി വാണ്ട് ടു യൂസ് ആപ്റ്റ് ആൻഡ് ഗുഡ് ഐഡിയാസ് ആൻഡ് കറക്റ്റ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ആണ്. എഴുതുമ്പോൾ നമ്മൾ when we spoken we can use different sentences. We will not care about the grammatical
errors. But when we write in an essay, should be a standard language to be used. നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും എന്തായിരിക്കണം? സ്റ്റാൻഡേർഡ് ലാംഗ്വേജിലായിരിക്കണം എസ്സേ എഴുതേണ്ടത്. ഇനി അതിൻ്റെ സ്ട്രക്ചർ, എസ്സേ റൈറ്റിംഗിൽ മാക്സിമം സ്കോർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിൻ്റെ സ്ട്രക്ചർ ഓഫ് എൻ എസ്സേ, എസ്സേയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഇൻട്രൊഡക്ടറി പാർട്ട് 5 പാരഗ്രാഫിൻ്റെ ഒരു എസ്സേ ആണെങ്കിൽ ഒന്നാമത്തെ പാരഗ്രാഫ് എന്തിന് കൊടുക്കണം? ഇൻട്രൊഡക്ടറി പാർട്ടാണ് ഇൻട്രൊഡക്ഷൻ. 10 to 15% മതി. അപ്പോൾ ഇൻട്രൊഡക്ടറി പാർട്ട് കൂടി നമ്മുടെ ബോഡിയുടെ പാർട്ട് കുറഞ്ഞു പോയാൽ എസ്സേയുടെ വാല്യൂ പോയിന്റ്സ് കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, 10 to 15% only you want to write introduction of the essay. Then body, that is very important as body of an essay, 80%. What is the topic? The topic content should be used in the body of the essay. Then for 3 based on the question, എത്ര മാർക്കിനാണോ ചോദ്യം ഉള്ളത് അതിനനുസരിച്ച് ബോഡിയുടെ പാരഗ്രാഫിന്റെ എണ്ണം 1 2 3 4 5 6 എന്ന രീതിയിൽ പാരഗ്രാഫിന്റെ എണ്ണം നമുക്ക് കൂട്ടാം. Then concluding statement ആണ് റീസ്റ്റേറ്റ്മെന്റ് ചെയ്തുകൊണ്ട് ആ ഒരു എസ്സേക്ക് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. കൺക്ലൂഷനും 10 to 5-10% കൂട്ടാത്ത രീതിയിൽ കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും തിങ്ക് ചെയ്യാം. പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് 80% ബോഡിയാണ്. ഇനി ഒരു എസ്സേ എങ്ങനെയാണ് നമ്മൾ എഴുതുന്ന? ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു, ഇൻട്രൊഡക്ഷൻ ഉണ്ട്, എസ്സേയുടെ ഇൻട്രൊഡക്ഷൻ, ദെൻ പാരഗ്രാഫ് നമ്പർ 1, ദെൻ പാരഗ്രാഫ് 2, പാരഗ്രാഫ് 3, ദെൻ കൺക്ലൂഷൻ. ഈ ടൈപ്പിലാണ് നമ്മൾ ഒരു എസ്സേ എഴുതുന്നത്. അത് മാർക്കിനനുസരിച്ചിട്ട് പാരഗ്രാഫ് ബോഡിയിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. ദെൻ ഹൗ ടു റൈറ്റ് എൻ എഫക്റ്റീവ് എസ്സേ. ഇഫക്റ്റീവ് എസ്സേ എഴുതാൻ പ്രത്യേകിച്ച് ഒരു മത്സര പരീക്ഷയാണ്. മത്സര പരീക്ഷയിൽ ഓരോ മാർക്കിനും എന്തുണ്ട്? പ്രാധാന്യമുണ്ട്. ഈ മാർക്കിന് പ്രാധാന്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ഹൗ ടു റൈറ്റ് ആൻ എഫക്റ്റീവ് എസ്സേ. അപ്പോൾ ഇഫക്റ്റീവ് എസ്സേ എഴുതുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ടോപ്പിക് നമുക്ക് കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടോപ്പിക് ഉണ്ട്. ദ പ്രീ റൈറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിഫോർ യു റൈറ്റ് സംതിങ് യു വാണ്ട് ടു തിങ്ക് ഫ്രീലി ആണ്. യു വാണ്ട് ടു തിങ്ക് ഫ്രീലി. Pre-writing is important. Pre-writing. What is the content you want to remember, or what do you think about the topic? എന്താണ് നിങ്ങൾ ആ ടോപ്പിക്കിനെ കുറിച്ച് ചിന്തിക്കുന്നത്? ആ ഒരു ചിന്തകളാണ് നമ്മൾ ആദ്യം നമ്മുടെ ഡെവലപ്പ് ചെയ്യുന്നത്. ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. ആദ്യം നമ്മൾ ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. ജനറേറ്റ് ദി ഐഡിയാസ് ഓൺ ദി ടോപ്പിക് ആണ്. നമുക്ക് ലഭിച്ചിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാം. ആ ഡെവലപ്പ് ചെയ്ത ഐഡിയ ടു റിമെമ്പർ ആണ്. ആ ഐഡിയാസ് നമ്മൾ മൈൻഡിൽ ഓർത്തു വെക്കുക. ദെൻ ഓർഗനൈസിങ് ആണ്. ഏത് പോയിന്റ് ആദ്യം കൊടുക്കണം, എന്താണ് ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടത്, എന്നാണ് കൺക്ലൂഷനിൽ വരുന്നത്. ജസ്റ്റ് ഓർഗനൈസ് ഇൻ യുവർ മൈൻഡ്. ദെൻ ഫൈനലി ഡ്രാഫ്റ്റിംഗ് ആണ്. ഇങ്ങനെ ഓർഗനൈസ് ചെയ്യുക. ആദ്യം പ്രീ റൈറ്റിംഗ് ആണ്. ചിന്തിക്കുക, കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ള പോയിന്റ് ടോപ്പിക്കിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുക. ദെൻ ഓർഗനൈസ് ആണ്. ആ ഒരു പോയിന്റ്സ് എല്ലാം വാട്ട് യു തിങ്ക്, what you thought, ഈ നിങ്ങൾ എന്താണോ ചിന്തിച്ചത്, എന്താണോ ചിന്തിക്കുന്നത്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഓർഗനൈസ് ചെയ്യുക. ദെൻ ഡ്രാഫ്റ്റ്, എന്നിട്ടാണ് ഡ്രാഫ്റ്റിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫസ്റ്റ് പാരഗ്രാഫ് ആണ്. അതുകൊണ്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് തന്നെ വിത്ത് എ ബ്യൂട്ടിഫുൾ സെന്റൻസ്. ഹിയർ യു ഷോ മെയിൻ ഐഡിയ ഓഫ് യുവർ എസ്സേ. നമ്മുടെ മെയിൻ ഐഡിയ വരേണ്ടത് ഏതിലാ? ഇൻട്രൊഡക്ഷനിൽ തന്നെയാണ് നമ്മുടെ മെയിൻ ഐഡിയ നമ്മുടെ പ്രസന്റ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷനിലൂടെയാണ്. ഇറ്റ് മസ്റ്റ് ബി ഇൻട്രസ്റ്റിംഗ് ടു യുവർ റീഡർ ആൻഡ് മസ്റ്റ് സേ വൈ ദി ടോപ്പിക് ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആയത്? ആ ഒരു ഇൻട്രസ്റ്റിംഗ് വേയിൽ നിങ്ങൾ എപ്പോഴും ഇൻട്രൊഡക്ഷൻ ചെയ്യണം. Then first of all write the thesis. അപ്പോൾ thesis statement എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Then main idea of an essay then is stated in single or 2 words. ഒന്നോ രണ്ടോ വാക്യത്തിൽ എന്താണോ നിങ്ങളുടെ എസ്സേയുടെ മെയിൻ ഐഡിയ അത് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പ്രൊവൈഡ് സം ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അബൌട്ട് യുവർ ടോപ്പിക്. നിങ്ങളുടെ ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ കൂടി നമുക്ക് ഇൻട്രൊഡക്ഷനിൽ നൽകാം. ഇൻട്രൊഡക്ഷന് 3 ഭാഗങ്ങളുണ്ട്. ഇൻട്രൊഡക്ഷൻ ഹുക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടാഗഡ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഓർ ഡ്രമാറ്റിക് ഓപ്പണർ. നമ്മുടെ ഒരു എസ്സേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണോ ടോപ്പിക് ഉള്ളത്
ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ്, വളരെ കാച്ചി ആയിട്ടുള്ള, വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് ഹുക്ക് സെന്റൻസ് എന്ന് പറയാം. ആ ഹുക്ക് സെന്റൻസിൽ നിന്ന് ഇൻട്രൊഡക്ഷനിൽ നമുക്ക് വേണ്ട രണ്ടാമത്തേതാണ് ട്രാൻസിഷണൽ സെന്റൻസ് ആണ്. എന്താണോ ടോപ്പിക് അതിനെ ടാഗ് ചെയ്ത് അതിനെ കൊളുത്തിക്കൊണ്ട് അതിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് ട്രാൻസിഷണൽ സെന്റൻസ് ഉണ്ട്. ദെൻ തിസിസ് സ്റ്റേറ്റ്മെന്റ് ആണ്. മെയിൻ ടോപ്പിക്കിനെ കുറിച്ച് 1 or 2 സെന്റൻസ് ഡിസ്ക്രിപ്ഷൻ ആണ് thesis statement. ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ബോഡി ഓഫ് ദി എസ്സേ അങ്ങനെ കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി ചെയ്തു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായി ഒരു എസ്സേ നമുക്ക് എഴുതാം. ഇങ്ങനെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും ഏറ്റവും നല്ല മാർക്ക് വാങ്ങാവുന്ന ഒന്നാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ. കൂടുതൽ ലാൽസ് അക്കാഡമിയുടെ ക്ലാസ്സുകൾ കാണുക, ക്ലാസ്സുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ലക്ഷ്യം സർക്കാർ ഉദ്യോഗമെങ്കിൽ മാർഗം ലാൽസ് അക്കാഡമി. ഡൗൺലോഡ് ലാൽസ് PSC ലേണിംഗ് ആപ്പ്.